ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഷവർമ സ്റ്റൈലുള്ളൊരു പോളയാണ് കാണിക്കുന്നത്. ഷവർമ പോള നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ചെയ്യുന്നതും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാബേജ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കനാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 1/4 കപ്പ് ചിക്കനോളം ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. അധികം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഒരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ പോള കുക്കായിട്ടുണ്ട്. കുക്കായിനോ നോക്കാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം ഡ്രൈ ആയിനോ നോക്കിയാൽ മതി. പിന്നെ ഉൾഭാഗത്ത് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക. അത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കും കേട്ടോ. ആ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് മതിയാവും. അതിനുശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇടയ്ക്ക് ഷവർമയൊക്കെ കഴിക്കാൻ തോന്നൂലേ, അന്നേരം കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തിയാണ്, നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ല. പിന്നെ നല്ല സോഫ്റ്റുമാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്